ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാമിറ്റോജനസിസ്, അതിൽ നമ്മൾ സ്പെർമാറ്റോജനസിൻ്റെ ഹോർമോണൽ കൺട്രോൾ, സ്കീമാറ്റിക് ഡയഗ്രാം, ഫ്ലോ ചാർട്ട്, ഊജനസിസിൻ്റെ ഫ്ലോ ചാർട്ട്, സ്കീമാറ്റിക് ഡയഗ്രാം, അതുപോലെ തന്നെ സ്പെർമാറ്റോജനസിസും ഊജനസിസും തമ്മിലുള്ള ഡിഫറൻസ്, സ്പേമിൻ്റെ സ്ട്രക്ചർ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത് മെൻസ്ട്രുവൽ സൈക്കിൾ ആണ്. എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് മനസ്സിലാക്കണം. The reproductive cycle in the female primates. പ്രൈമേറ്റ് എന്നുള്ള വാക്ക്, അതായത് ക്ലാസ് മാമാലി നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. അതിലെ ഒരു ഓർഡറാണ് പ്രൈമേറ്റിൽ വരുന്ന ജീവികളാണ് മങ്കീസ്, ഏപ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഈ വിഭാഗം ജീവികളിലെ ഫീമെയിൽ വിഭാഗത്തിനുണ്ടാകുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ്, റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ദി ഫീമെയിൽ പ്രൈമേറ്റ്സ്, എക്സാമ്പിൾ മങ്കീസ്, ഏപ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്, ഈസ് കോൾഡ് മെൻസ്ട്രുവൽ സൈക്കിൾ. In human female, menstruation is repeated at an average interval of about 28 to 29 days. Human female's menstruation repeated, average interval of about 28-29 days. ഈ സൈക്കിള് 28-29 ദിവസം കൂടുമ്പോൾ ആവർത്തിച്ചു വരുന്ന സൈക്കിളാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ നമുക്ക് ആർത്തവ ചക്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ദ സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ മെൻസ്ട്രുവേഷൻ ടിൽ ദി നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് മെൻസ്ട്രുവൽ സൈക്കിൾ. ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ബിഗിൻസ് അറ്റ് പിബർട്ടി ആൻഡ് ഈസ് കോൾഡ് മെനാർക്ക്. ആദ്യത്തെ മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്നത് പ്രായപൂർത്തിയായതിനു ശേഷമാണ്. ആ സ്റ്റേജിന് പറയുന്നത് മെനാർക്ക് എന്നാണ്. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഏത് സ്റ്റേജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കണം. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മെൻസ്ട്രുവൽ സൈക്കിൾ, ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ദ ഫീമെയിൽ പ്രൈമേറ്റ് ഈസ് കോൾഡ് മെൻസ്ട്രുവൽ സൈക്കിൾ. എക്സാമ്പിൾ മങ്കീസ്, ഏപ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി ഇൻ്റർവെൽ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഫീമെയിൽ മെൻസ്ട്രുവേഷൻ ഈസ് റിപ്പീറ്റഡ് അറ്റ് ആൻ ആവറേജ് ഇൻ്റർവെൽ ഓഫ് അബൌട്ട് 28 to 29 days. പിന്നെ സൈക്കിൾ ഓഫ് ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം വൺ മെൻസ്ട്രുവേഷൻ ടിൽ ദി നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് മെൻസ്ട്രുവൽ സൈക്കിൾ. പിന്നെ ഫസ്റ്റ് മെൻസ്ട്രുവേഷന് നമ്മളെന്ത് പറയും? ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി, ദറ്റ് ഈസ് കോൾഡ് മെനാർക്ക്. അടുത്തതായിട്ട് നമുക്ക് ഈ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഫേസസ് പറയണം. ഏതൊക്കെ ഘട്ടങ്ങളിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്? നമ്മൾ പറഞ്ഞു 28-29 ദിവസം തോറുമാണ് ഇത് നടക്കുന്നതെന്ന്. അതിനെ 3-4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് മെൻസ്ട്രുവൽ ഫേസ് 1 to 5th day ആണ്. 1 മുതൽ 5 വരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് മെൻസ്ട്രുവൽ ഫേസ്. സെക്കൻഡ് ഫേസ്, ദറ്റ് ഈസ് ഫോളിക്കുലാർ ഓർ പ്രോളിഫറേറ്റീവ് ഫേസ്, 5 to 13th day. അടുത്തത് ഓവുലേറ്ററി ഫേസ് ആണ്, 14th day. അതായത് ഏകദേശം 14ാമത്തെ ദിവസം പകുതിയാവുമ്പോഴത്തേക്കാണ്, 28-29 ദിവസത്തിന് പകുതിയാവുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്, 14th day. അടുത്തത് സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ്, 15th days to 28th. ഈ 15ാമത്തെ ദിവസം മുതൽ 28ാമത്തെ ദിവസം വരെ വരുന്ന ഒരു ഫേസാണ് സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ്. നമുക്കൊന്നുകൂടെ പറയാം ഏതൊക്കെയാണ്. മെൻസ്ട്രുവൽ ഫേസ്, follicular or proliferative phase,
Third phase, that is ovulatory phase. Fourth one, secretory or luteal phase. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും സംവിധാനങ്ങൾ ഈ യൂട്രസിൽ ഒരുക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ ഓവറിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവമല്ല ആദ്യം റിലീസ് ചെയ്യുന്നത് സെക്കൻഡറി oocyte എന്നുള്ള രീതിയിലാണ്. പിന്നീടാണ് സ്പേമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് മിയോസിസ് നടന്ന് ഓവമായിട്ട് മാറുന്നതെന്ന് നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംവിധാനം യൂട്രസിൽ ഒരുങ്ങുന്നത് ഈ സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന സൈഗോട്ട് എംബ്രിയോ യൂട്രസിനകത്ത് വളർത്തി ഒരു കുഞ്ഞാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരുങ്ങുന്നത്. അപ്പോഴതിനുള്ള ഓരോ ഘട്ടങ്ങളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫേസാണ് മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോഴാ ഓവം റിലീസ് ചെയ്യുന്ന ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ് എൻഡോമെട്രിയൽ ലൈനിങ് ദ യൂട്രൈൻ വാൾ ഡീജനറേറ്റ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് റപ്ചർ. അപ്പോൾ ഫെർട്ടിലൈസ് ചെയ്തിരുന്നു എങ്കിൽ അത് യൂട്രസിൽ വന്ന് ആ കുഞ്ഞ് വളരുമായിരുന്നു, എംബ്രിയോ വളരുമായിരുന്നു. പക്ഷേ ഇവിടെ റിലീസ് ചെയ്ത ഓവം ഫെർട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ ആ യൂട്രസിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എൻഡോമെട്രിയം. അവിടെ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസൊക്കെ ഡീജനറേറ്റ് ചെയ്യുന്നു, ബ്ലഡ് വെസൽസൊക്കെ റപ്ചർ ചെയ്യുന്നു. അതിൻ്റെ ഫലമായി എന്തോ സംഭവിക്കുന്നത്? ബ്ലഡ് ഡീജനറേറ്റഡ് എൻഡോമെട്രിയൽ സെൽസ് ആൻഡ് സെക്രീറ്ററി പ്രൊഡക്ട്സ് ആർ ഡിസ്ചാർജ്ഡ് ത്രൂ വജൈന ആൻഡ് ഈസ് കോൾഡ് മെൻസ്ട്രുവേഷൻ. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുമ്പോഴത്തേക്കും ആ റപ്ചർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബ്ലഡ് ആ എൻഡോമെട്രിയത്തിലെ സെൽസ് സെക്രീറ്ററി പ്രോഡക്ട്സ് എല്ലാം കൂടെ വജീന വഴി പുറത്തേക്ക് പോകുന്ന സംവിധാനത്തിനാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രുവൽ ഫ്ലോ ലാസ്റ്റ് ഫോർ ദറ്റ് ഈസ് അബൌട്ട് 3 to 5 days. ഈ മെൻസ്ട്രുവേഷന് ഏകദേശം ഫ്ലോ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 5 ദിവസം വരെയാണ്. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ മേ ബി ദ ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. ഇപ്പോൾ മെൻസ്ട്രുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രഗ്നൻസിയുടെ സാധ്യതയാകാമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ എന്തോ സംഭവിക്കാം, ഈ മെൻസ്ട്രുവൽ സൈക്കിൾ റെഗുലറാകാം, വരാതിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ മെൻസ്ട്രുവൽ ഫേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടാണ് ആ പ്രോസസ്സ് നടന്നത്, മെൻസ്ട്രുവേഷൻ. വീണ്ടും യൂട്രസ് തയ്യാറെടുക്കുകയാണ്. എംബ്രിയോ അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എങ്കിൽ എംബ്രിയോ അവിടെ വന്ന് അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ രണ്ടാമത്തെ ഫേസാണ് പ്രോളിഫറേറ്റീവ് ഫേസ്, ഫോളിക്കുലാർ ഫേസ് എന്നറിയപ്പെടുന്നത്. അത് സ്റ്റാർട്ട് ഫ്രം 5th day to 14th day of cycle. This ovarian follicles begins to develop and developing follicles are called Graafian follicle. അത് നമ്മൾ oogenesis പഠിച്ചപ്പോൾ ഓവറിയൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഓവറിയിൽ നടക്കുന്ന മാറ്റങ്ങളാണ് അവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നു. ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ദെൻ എൻഡോമെട്രിയം ബിക്കംസ് തിക്കർ ആൻഡ് ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലറൈസ്ഡ്. യൂട്രസിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോമെട്രിയം. അത് കൂടുതൽ ബ്ലഡ് വെസൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ കട്ടി കൂടും, ഗ്ലാൻഡുലാർ ആകും, ഒക്കെ വാസ്കുലറൈസ്ഡ് ആകുകയാണ്. അങ്ങനെ LH ആൻഡ് FSH സെക്രീഷൻ ഫ്രം പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് ആൻഡ് അറ്റൈൻസ് എ പീക്ക് ലെവൽ അബൌട്ട് 14th day. അങ്ങനെ LHും FSHും നമ്മൾ പഠിച്ചതാണ്. ലൂട്ടിനൈസിങ് ഹോർമോണും FSHും, അതായത് ഹൈപ്പോതലാമസിൽ നിന്നും അഡിനോ ഹൈപ്പോ ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോണിൻ്റെ കാര്യവും ഒക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട്. അത് വന്ന് പിറ്റ്യൂട്ടറിയിലെ അഡിനോ ഹൈപ്പോഫൈസിസിലെ ആൻറ്റീരിയർ ലോബിനെ കൊണ്ട് LHും FSHും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയാണ്, അത് മാക്സിമം ലെവലിൽ ആവുകയാണ്. LHൻ്റെയൊക്കെ അളവ് കൂടുതലാവുന്നതുകൊണ്ടാണ് LH സർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 14th day ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അളവ് കൂടുന്നു. ഇതാണ് ഈ ഫോളിക്കുലാർ ഫേസിൽ നടക്കുന്ന മാറ്റങ്ങൾ. പ്രധാനമായിട്ടും ഫോളിക്കിൾസ്, ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു, ഈസ്ട്രജൻ്റെ സെക്രീഷൻ നടക്കുന്നു, എൻഡോമെട്രിയം ബിക്കം തിക്കർ, ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലറൈസ്ഡ്.
LH secretion increase. That is the maximum level. അടുത്ത സ്റ്റെപ്പ് ഓവുലേറ്ററി ഫേസ് ആണ്. സാധാരണഗതിയിൽ 14th ഡേയിലാണ് നടക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം മുൻപോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ ആകാം. LH സർജ് ഇൻഡ്യൂസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. നമ്മൾ നേരെ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് മാക്സിമം ലെവലിലാവും. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിള് ബ്രേക്ക് ചെയ്യുകയാണ് LHൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായി. അങ്ങനെ മച്ചൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആൻഡ് ഓവുലേഷൻ ടേക്സ് പ്ലേസ്. യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കുന്ന സെക്കൻഡറി oocyte റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ ഓവുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓവുലേഷൻ ടേക്സ് പ്ലേസ് അബൌട്ട് 14th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പോൾ ഓവുലേറ്ററി ഫേസ് ഓർത്തിരിക്കുക. LH സർജ് ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. Then Graafian follicle rupture and ovulation takes place, releasing ovum. Next phase, that is secretory or luteal phase. The days for 15th to 28th day. അതായത് the remaining part of the Graafian follicle transforms to corpus luteum. ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു 14th ഡേയിൽ ഓവുലേഷൻ നടക്കുമെന്ന്. ഓവുലേഷൻ നടക്കുമ്പോഴത്തേക്കും ഓവം, അതായത് സെക്കൻഡറി oocyte റിലീസ് ചെയ്യും. അപ്പോൾ ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ബാക്കി ഭാഗം ചേഞ്ച് ചെയ്തുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദാറ്റ് പാർട്ട് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതിൻ്റെ ഫങ്ഷനും പഠിച്ചിട്ടുണ്ട്. ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അത് സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ് കോർപ്പസ് ലൂട്ടിയവും അതിൻ്റെ ഫങ്ഷനും. ഗ്രാഫിയൻ ഫോളിക്കിള് ഓവം റിലീസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബാക്കി ഭാഗമാണ് ചേഞ്ച് ചെയ്ത് കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഓർത്തിരിക്കുക. മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ പ്രഗ്നൻസി, ഇംപ്ലാന്റേഷൻ, ഇതൊക്കെ എൻ്റെ ഫങ്ഷൻസാണ്. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് LHും FSHൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെൻസ്ട്രുവൽ സൈക്കിൾ, അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ലെവൽസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ, അതിൻ്റെ ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. അത് LHും FSHും അതിൻ്റെ മാക്സിമം ലെവൽ, പ്രത്യേകിച്ച് LH ലൂട്ടിനൈസിങ് ഹോർമോണൊക്കെ അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്നത് 14th ഡേയിലാണ്. അതാണ് നമ്മൾ LH സർജ് എന്ന പേരിലൊക്കെ പറയുകയുണ്ടായി. ആ ഹോർമോണിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഗ്രാഫിയൻ ഫോളിക്കിളിനെ റപ്ചർ ചെയ്യുകയും ഓവം റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് വരച്ച് പഠിക്കണം നിങ്ങൾ. പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ. അതുപോലെ ഓവേറിയൻ ഹോർമോൺസ് ലെവൽസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഈ ഗ്രാഫ് നിങ്ങൾ വരച്ച് പഠിക്കണം. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് ആദ്യം ഉയർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും. പിന്നീട് പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോഴതിൽ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളത് പഠിച്ചു കഴിഞ്ഞു. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് ആ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്തു പോവുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുകയും ചെയ്യും. വീണ്ടും ഹോർമോണിൻ്റെ അളവ് ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഗ്രാഫിൽ വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ ഈ ഗ്രാഫും വരച്ച് പഠിക്കും. അതുപോലെ മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുമ്പോഴത്തേക്കും ഓവറിയിൽ നടക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. ഓവേറിയൻ ഇവൻറ്റ്സ്, അതിലാദ്യം ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനകത്ത് നിങ്ങൾ പ്രൈമറി oocyte കാണാൻ കഴിയും. പിന്നെ മച്ചുവർ ആകുമ്പോഴത്തേക്കും ഫോളിക്കിൾ ഓവുലേഷൻ നടന്ന് സെക്കൻഡറി oocyte റിലീസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയും 14th ഡേയിൽ. അതാണ് സെൻറ്ററിലൊരു വര കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സെക്കൻഡറി oocyte റിലീസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഭാഗം ചേഞ്ച് ചെയ്ത് കോർപ്പസ് ലൂട്ടിയമാകുന്നതും, ആ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. പ്രഗ്നൻസി ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് അതേപോലെ നിലനിൽക്കും. നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് റിഗ്രസിങ് കോർപ്പസ് ലൂട്ടിയം എന്ന് കൊടുത്തിരിക്കുന്നത്. അതങ്ങ് നശിച്ചു പോകും പ്രഗ്നൻസി ഉണ്ടായില്ല എങ്കിൽ, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ. ഇതാണ്
ഓവേറിയൻ ഇവൻസ്. ഈ ഭാഗത്തു നിന്നും, അതായത് മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും വാട്ട് ഈസ് മെനിസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മെനിസ്ട്രുവേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മെനാർക്ക് എന്താണെന്ന് അറിയണം, പിന്നെ പ്രധാനപ്പെട്ട ഫേസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയിരിക്കണം. മെനിസ്ട്രൽ ഫേസ്, പിന്നെ ഫോളിക്കുലാർ ഫേസ് ഓർ പ്രോളിഫറേറ്റീവ് ഫേസ്, ദെൻ ഓവുലേറ്ററി ഫേസ്, ദെൻ ലൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ്. ഇങ്ങനെയുള്ള ഫേസസ് എല്ലാം വ്യക്തമായി പഠിച്ചു വയ്ക്കണം. പിന്നെ ഹോർമോൺ ലെവൽ ഗ്രാഫ് വരയ്ക്കാനും അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കണം. അതായത് ഒന്ന് പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ് ഡ്യൂറിങ് മെനിസ്ട്രൽ സൈക്കിള്, പിന്നെ ഓവേറിയൻ ഹോർമോൺ ലെവൽസ് ഡ്യൂറിങ് മെനിസ്ട്രൽ സൈക്കിള്, പിന്നെ കോർപ്പസ് ലൂട്ടിയം, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വ്യക്തമായി പഠിച്ചു വയ്ക്കേണ്ടതാണ്. പിന്നെ മെനോപാസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോപ്പിംഗ് ഓഫ് മെനിസ്ട്രൽ സൈക്കിൾ. അപ്പോൾ cyclic menstruation is an indicator of normal reproductive phase and extent between menarche and menopause. അപ്പോൾ ഒരു സ്ത്രീകളിൽ സൈക്ലിക്കായിട്ട് പീരിയോഡിക്കായി നടക്കുന്ന ഈ മെനിസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ മെനോപാസ്, ദ ഫസ്റ്റ് മെനിസ്ട്രുവേഷൻ ഡ്യൂറിങ് പ്യൂബർട്ടിയാണ് മെനോപാസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോപ്പിംഗ് ഓഫ് മെനിസ്ട്രുവൽ സൈക്കിൾ. Menstruation, also called having a period. As girls get older and their bodies change, they get their periods. The uterus is the part inside the body where a baby grows when a woman is pregnant. The inner lining of the uterus supports and nourishes the developing baby. If there is no baby, the lining is shed during her period. During a period, blood and other tissue from the uterus leave the body through the vagina. A period can last from a few days to about a week. You may have heard doctors talk about the menstrual cycle. This is the time from one period to another, usually about 28 days. Day 1 of the menstrual cycle is the first day of a period. The uterus starts to shed its lining. As soon as the period ends, the uterus prepares again to receive a fertilized egg. Eggs are released from a woman's ovaries. Eggs are super tiny, 1/10 the size of a poppy seed. Women have 2 ovaries, one on each side. The fallopian tubes lead from each ovary to the uterus. In the middle of the menstrual cycle, an ovary releases an egg. After ovulation, the egg travels down the fallopian tube. It takes a few days to complete the journey. Meanwhile, the lining of the uterus gradually gets thicker so it can support the development of a fertilized egg. If the egg gets fertilized, it will implant in the uterus and the woman is pregnant. If the egg is not fertilized, the woman is not pregnant and the egg will begin to dissolve. Because the woman is not pregnant, the lining of the uterus is not needed. A woman will have her monthly period, and the cycle begins again.